കോവിഡിന് ശേഷം പലവിധ കാരണങ്ങളാണ് ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ആസ്ട്രാസെനക്ക കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് UK ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അപ്പോൾ ഞാൻ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്, രാജ്യത്തെ പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ നമ്മളിലേക്ക് എത്തിയതുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്സിനുകൾ ഇന്നലെ ഈ രാജ്യത്ത് എത്ര പേർ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോവിഷീൽഡ് വാക്സിൻ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെ ഹിസ്റ്ററി എടുക്കുക. അവർ ആർക്കെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിൻ മൂലം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൃത്യമായും കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും പറയണം. മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഈ ഒരു വിഷയം പറയുന്നത് നടത്തിയാറില്ല. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാക്സിൻ നമ്മളിലേക്ക് എത്തിയത്. ആ സാഹചര്യങ്ങളായിരുന്നു. പക്ഷേ മനുഷ്യരെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന എന്റെ സംശയമാണ്. എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായം പറയുന്നു എന്ന സ്വഭാവമുണ്ട്. ഈ ഒരു വിഷയത്തിൽ കൂടി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതോടൊപ്പം തന്നെ ഒരുപാട് നഴ്സുമാര് രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കും അറിയാം, നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ ചൂഷണം നേരിടുന്ന നിരവധി കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് തന്നെ വലിയ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആത്മഹത്യ ചെയ്തിട്ടുള്ള നഴ്സുമാരുണ്ട്. പലപ്പോഴും നിങ്ങളുടെ നിശബ്ദതയാണ് ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം. നിശബ്ദത ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. പ്രതികരിക്കുക, ഒന്നും നഷ്ടപ്പെടത്തില്ല, ധൈര്യമായിട്ട്